ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇക്കണോമിക്സിൻ്റെ ഫോക്കസ് ഏരിയ പ്രകാരം നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ 2019-ലെയും 2018-ലെയും ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടാണ് ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യം നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്കണോമിക് ഗ്രോത്ത് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഒരു രാജ്യത്ത് വികസനമുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷനെ എന്താണ് പറയുക? അപ്പോൾ നമുക്ക് താഴെ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്കില്ല് അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കാത്തൊരു സിറ്റുവേഷനെയാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ജോബ്ലെസ് ഗ്രോത്ത്, അതായത് അവിടെ വികസനമുണ്ട് പക്ഷെ അവിടെ ജോലിയില്ല. മൂന്നാമത്തെ ഓപ്ഷൻ ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ഒരു ജോലിക്ക് ഇപ്പോൾ ഒരു അഗ്രികൾച്ചറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ആവശ്യത്തിലധികം വർക്കേഴ്സ് ഉള്ള ആ ഒരു സിറ്റുവേഷനെയാണ് ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ജോബ്ലെസ് ഗ്രോത്ത് എന്നുള്ളതാണ്, അതായത് അവിടെ വികസനമുണ്ട് പക്ഷേ ജോലിയില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സ്റ്റേറ്റ് എനി 2 നോൺ സാമ്പിളിംഗ് എറേഴ്സ്. നോൺ സാമ്പിളിംഗ് എറേഴ്സിന് 2 എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ സംഭവിക്കുന്ന എറേഴ്സിനെയാണ് നമ്മൾ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. 2 നോൺ സാമ്പിളിംഗ് എറേഴ്സിന് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് സെലക്ഷൻ എറേഴ്സ്, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസിൽ തെറ്റ് വരുമ്പോൾ അതിൽ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു നോൺ സാമ്പിളിംഗ് എററാണ് നോൺ റെസ്പോൺസ്, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൾക്കാർ ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഒരുപാട് ആൻസേഴ്സ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അടുത്ത് കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അവിടെ അപ്പം തന്നെ മാർക്ക് ചെയ്യുക, ഈ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ എക്സാമിൻ്റെ സമയത്ത് പഠിക്കുമ്പോൾ ആ പോർഷൻ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗീവ് എക്സാമ്പിൾസ് ഫോർ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഡാറ്റയെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെ എക്സാമ്പിൾ എഴുതാം? സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം അല്ലേ. അതുപോലെ തന്നെ ലിറ്ററസിയുടെ അടിസ്ഥാനത്തിൽ, കളറിൻ്റെ അടിസ്ഥാനത്തിൽ, റിലീജിയൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നും, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ്, വെയ്റ്റ്, അതുപോലെ തന്നെ സാലറി, കുട്ടികളുടെ മാർക്ക്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന 2-3 എക്സാമ്പിൾസ് എഴുതി വെക്കുക. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയ കാരണം ഒരു 2 എക്സാമ്പിളൊക്കെ എഴുതിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പബ്ലിക് സെക്ടർ കമ്പനിയുടെ ഒരു ഭാഗം പ്രൈവറ്റ് പാർട്ടീസിന് വിൽക്കുന്നതിന് പറയുന്ന പേരെന്താണ്? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കുന്നതിൻ്റെ പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ഒരു ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ എന്തെല്ലാം ഘടകങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, കൺസംഷൻ ആക്ടിവിറ്റീസ്, ഓൾ ദീസ് എബോവ് എന്നുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും കൺസംഷനും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജ് ഓഫ് പെർട്ടിക്കുലർ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഈസ് ഗിവൺ ബിലോ. അതായത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ഷൻ്റെ അഡ്വാൻറ്റേജ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഈ ഡാറ്റ കളക്ഷൻ മെത്തേഡിന് ഹൈ റെസ്പോൺസ് റേറ്റ് ആണ്. അതായത് റെസ്പോൺസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് നമുക്ക് ആൻസർ തരും. അതുപോലെ തന്നെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എസ്സേ പോലെയോ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉള്ളൊരു ആൻസർ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ മെത്തേഡ് വഴി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളോട് ക്ലാരിഫൈ ചെയ്യാം, എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും, അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇത്തരത്തിലുള്ള ഈ ഒരു ഡാറ്റ കളക്ഷനിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അഡ്വാൻറ്റേജ് താഴെ തന്നിട്ടുള്ള ഏത് ഡാറ്റ കളക്ഷൻ മെത്തേഡിൻ്റെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ആയിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് നേരിട്ടുള്ള ഫേസ് ടു ഫേസ് നമ്മളൊരാളുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ ടെലിഫോൺ ഇൻ്റർവ്യൂ, പിന്നെ ക്വസ്റ്റ്യൻസ് മെയിൽ ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ. അപ്പോൾ നമുക്കറിയാം ഒരാളോട് ഫേസ് ടു ഫേസ് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് എല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The following factors are responsible for land degradation except. ഇവിടെ എക്സെപ്റ്റ് എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ലാൻഡ് ഡീഗ്രഡേഷന് കാരണമല്ലാത്ത ഒരു കാരണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷൻസ് ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എഫോറസ്റ്റേഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഫലഭൂഷ്ടി കുറയുക, അല്ലെങ്കിൽ മണ്ണ് നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനെയാണ് നമ്മൾ ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. എഫോറസ്റ്റേഷനാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. എഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിഫോറസ്റ്റേഷനാണ്. അപ്പോൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോഴാണ് ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഓപ്ഷൻസിൽ ലാൻഡ് ഡീഗ്രഡേഷന് കാരണമല്ലാത്ത ഒരു ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ എഫോറസ്റ്റേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു 10 to 15 ഒരു ഫ്രീക്വൻസി ക്ലാസ് ആണ്. ഈ ഫ്രീക്വൻസി ക്ലാസിൻ്റെ മിഡ് പോയിന്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മിഡ് വാല്യൂ ലഭിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ലോവർ ലിമിറ്റ് 10ഉം അതുപോലെ തന്നെ അപ്പർ ലിമിറ്റ് 15ഉം ആണ്. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് 12.5 എന്നുള്ളത് ആൻസർ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കാറ്റഗറൈസ് ദ ഫോളോയിങ് പ്രോഗ്രാംസ് അണ്ടർ ദി ഹെഡ് ഓഫ് വേജ് എംപ്ലോയ്മെന്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ ഇത് ചാപ്റ്റർ 4 പോവേർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ പോവേർട്ടി എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം ഒഴിവാക്കാനായിട്ടും അതുപോലെ തന്നെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേജ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടും സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാറ്റഗറിയിലും ഉൾപ്പെടുന്ന പ്രോഗ്രാംസുകൾ കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസും അതുപോലെ തന്നെ ഓപ്ഷൻ ബിയും അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയും വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. നമുക്കറിയാം ഒരു രാജ്യത്ത് പലതരത്തിലുള്ള വർക്കേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ കാഷ്വൽ വർക്കേഴ്സ് എന്നും അതുപോലെ തന്നെ റെഗുലർ സാലറീഡ് വർക്കേഴ്സ് എന്നും പറഞ്ഞിട്ട് പലതരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഈ കാഷ്വൽ വർക്കേഴ്സിനും അതുപോലെ തന്നെ റെഗുലർ സാലറീഡ് വർക്കേഴ്സിനും 2 എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. കാഷ്വൽ വർക്കേഴ്സിന് അഗ്രികൾച്ചർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ, അവർ കൂലിപ്പണിക്കാരാണ് അല്ലേ. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. ഓക്കെ, അപ്പോൾ അവരാണ് കാഷ്വൽ വേജ് വർക്കേഴ്സിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാർ. ഇനി അടുത്ത എക്സാമ്പിൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സാലറി വാങ്ങിക്കുന്ന വർക്കേഴ്സാണ്. അപ്പോൾ നമുക്കറിയാം പോലീസ്, ബാങ്ക് സ്റ്റാഫ്, ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഓഫീസിലുള്ള മാനേജേഴ്സ്, അവരൊക്കെ സാലറി വാങ്ങിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം, ഞാൻ ജസ്റ്റ് 2 എഴുതിയെന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ബാർ ഡയഗ്രാമും അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള 2 വ്യത്യാസം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 പോയിന്റൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം നമുക്കറിയാം ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് 2 ബാറുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ബാറുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ നോക്കിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് നോട്ട് മെഷേർഡ് ഫോർ ഇംപ്രൂവിംഗ് ദ അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റം. അതായത് താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് അഡോപ്ഷൻ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദെൻ അഷ്വറൻസ് ഓഫ് മിനിമം സപ്പോർട്ട് പ്രൈസ്, അതായത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾക്ക് താങ്ങുവില നിശ്ചയിക്കുന്നത്, അത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദെൻ മെയിൻ്റനൻസ് ഓഫ് ബഫർ സ്റ്റോക്ക്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുകൾ വെയർ ഹൗസിൽ കീപ്പ് ചെയ്ത് വെക്കുക, അതും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് നമ്മുടെ റേഷൻ കടകളുണ്ടല്ലോ, ഈ ഓപ്ഷനാണ് അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻസും ക്ലബ്ബ് ചെയ്തിട്ടാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പോർഷൻസ് ടെക്സ്റ്റിൽ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് ആ പോർഷൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെയിം ദ സിസ്റ്റം ഓഫ് ഫാമിംഗ് ദാറ്റ് റീസ്റ്റോർ, മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസ് ഇക്കോളജിക്കൽ ബാലൻസ്. പ്രകൃതിക്ക് ദോഷമൊന്നും ചെയ്യാത്ത തരത്തിലുള്ള ഫാമിങ്ങിന് പറയുന്ന പേരെന്താണ്? അപ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം ഓർഗാനിക് ഫാമിംഗ്, അതിനെയാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ 3 മെറിറ്റ്സ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റ് എഴുതുക, എന്നിട്ട് മെയിൻ പോയിന്റിന്റെ അണ്ടറിൽ ലൈൻ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു 2-3 സെന്റൻസിൽ എഴുതുക. അപ്പോൾ ആൻസർ ഷീറ്റ് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലും അതുപോലെ തന്നെ മാർക്ക് ഇടാൻ തോന്നുന്ന തരത്തിലും നീറ്റായിട്ട് വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ആൻസർ ഷീറ്റിൻ്റെ ഭംഗി കണ്ടാൽ ആ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് അവിടെ മാർക്ക് ഇടാൻ തോന്നണം. അതും മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ളൊരു ടിപ്പായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ദ ഇക്കണോമിക്സ് ഇൻ വേരിയസ് വേസ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും ഇക്കണോമിക്സ് എന്നും പറയുന്നത് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് ഇക്കണോമിക്സിനെ സഹായിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഇക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ചാപ്റ്റർ 1 എന്തായാലും പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സും ഇക്കണോമിക്സും എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് അവിടെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടൂൾസും അതിൻ്റെ ഉപയോഗങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൂളായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മീഡിയൻ, കോറിലേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സെക്കൻഡ് കോളത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ മീഡിയൻ, കോറിലേഷൻ എന്നുള്ളതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനുമാണ് നമ്മൾ മീഡിയൻ, കോറിലേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷനാണ് ടേബിൾസ്, അതുപോലെ തന്നെ ഡയഗ്രാംസ്, അരിത്തമാറ്റിക് ലൈൻ ഗ്രാഫ്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാനും. ഇനി അടുത്ത ഓപ്ഷൻ പറയുന്നത് മാഗസീൻസ്, റിസർച്ച് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ. അപ്പോൾ അത് എന്തിനു ഉപയോഗിക്കുന്നതാണ്? ബിബ്ലിയോഗ്രഫി, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മാഗസീൻസ്, അതുപോലെ തന്നെ പഴയ റിസർച്ച് റിപ്പോർട്ടുകൾ, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആർ ഇന്റർ കണക്റ്റഡ്. അപ്പോൾ ഇത് നമ്മുടെ ഇക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 9 ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ സുസ്ഥിരമായ വികസനം എന്ന് പറയുന്നത് ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ ഏതെങ്കിലും 6 ഫങ്ഷൻസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നമുക്കറിയാം ഇത് അസിമുലേറ്റ് വേസ്റ്റ്, അതുപോലെ തന്നെ സസ്റ്റെയിൻ ലൈഫ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും നമുക്ക് നൽകുന്നുണ്ട് അല്ലേ. അത്തരത്തിലുള്ള 6 ഫങ്ഷൻസ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എഴുതുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു ഇക്കണോമിക്സ് സ്റ്റുഡൻറ് എന്ന നിലയിൽ നമ്മളോട് നമ്മുടെ ടീച്ചർ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞു. ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളോട് പറയുന്നത്, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാനായിട്ട് നിങ്ങൾ ഏതെല്ലാം സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഒരു പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നെസസറി സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിതിൽ എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൻ്റെ എസെൻഷ്യൽ പാർട്ടുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒരു ടേബിളിൽ എന്തൊക്കെ പാർട്ടുകളാണ് വേണ്ടതെന്നുള്ളത്. അതായത് ടേബിൾ നമ്പർ വേണം, റോ വേണം, കോളം വേണം, ടേബിളിന് ടൈറ്റിൽ കൊടുക്കണം, അങ്ങനെ ഒരുപാട് പാർട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഐഡൻറ്റിഫൈ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദി പവർ സെക്ടർ ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിലെ പവർ സെക്ടർ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററിൽ പവർ ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന പോർഷനിൽ നമ്മൾ ഒരുപാട് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ്സ് പഠിച്ചിട്ട് ഇതിൻ്റെ ആൻസർ എഴുതുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആ പോർഷൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ആ പോർഷൻസിൻ്റെ അവിടെ ടിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ട് എഴുതുക കേട്ടോ. കാരണം ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മളോട് ഒരു പൈ ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പോൾ പൈ ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുന്നത് അത് 360 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഡാറ്റയെ നമുക്ക് ആംഗിൾ, അതായത് ഒരു സർക്കിളിൽ എത്ര ആംഗിളിലാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതിൽ നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഈ നമുക്ക് തന്നിട്ടുള്ള ഈ ഡാറ്റ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 400 ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളത്തിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ഈ 28 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 360. 360 എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോന്നിൻ്റെയും ആംഗിൾ കിട്ടും. എന്നിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് സർക്കിളിൻ്റെ ആംഗിൾസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ പൈ ഡയഗ്രത്തിൻ്റെ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1991 ന്യൂ ഇക്കണോമിക് പോളിസി നമ്മുടെ അഗ്രികൾച്ചർ മേഖലയിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിലും എങ്ങനെയൊക്കെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അതിനെ കുറിച്ചിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത പോർഷൻസ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ പോവേർട്ടി കുറയ്ക്കാനായിട്ട് ഒരു 3 ഡയമെൻഷണൽ അപ്രോച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 3 ഡയമെൻഷണൽ അപ്രോച്ചിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഇക്കണോമിക്സിൻ്റെ പോവേർട്ടി ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് 3 അപ്രോച്ചുകൾ എന്ന് പറയുന്നത് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ ബേസിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ. ഇതാണ് 3 പ്രോഗ്രാംസുകളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് പ്രോഗ്രാംസുകൾ, അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗവൺമെൻറ് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പഠിക്കുക. എന്നിട്ട് എസ്സേ ഒക്കെ എഴുതാൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും പേര് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 25 കുട്ടികളുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ഇൻ്റർവെൽ നമ്മളോട് 5 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക.
ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ടാലി മാർക്കിൻ്റെ പ്രോബ്ലം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടാലി മാർക്ക് ചെയ്തിട്ട് ഫ്രീക്വൻസി ഒക്കെ രേഖപ്പെടുത്തി നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചാൾസ് ഡാർവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇഫ് ദ മിസറി ഓഫ് ദി പുവർ ക്യാൻ ബി കോസ്ഡ് ബൈ ദ ലോസ് ഓഫ് നേച്ചർ ബട്ട് ബൈ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രേറ്റ് ഈസ് അവർ സിൻ. അതായത് പാവപ്പെട്ടവരുടെ ദുരിതം പ്രകൃതി വിഭവങ്ങൾ കൊണ്ടല്ലാതെ മനുഷ്യന്മാരുടെ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ പാപമാണ് എന്നാണ് ചാൾസ് ഡാർവിൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ദാരിദ്ര്യം ഉണ്ടാകാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസറായിട്ട് എഴുതേണ്ടത് പോവർട്ടിയുടെ കാരണങ്ങളാണ്. അത് നമ്മൾ ഇക്കണോമിക്സിൻ്റെ 4th ചാപ്റ്ററിൽ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ റൂളാണ്. പിന്നെ അവിടുന്ന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The development of health infrastructure ensure a country of health manpower. അതായത് ഒരു രാജ്യത്ത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാരും അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആരോഗ്യമുണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഇന്ത്യക്കുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചിട്ട് എഴുതാം. നമ്മൾ ആ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗത്ത് ഒരുപാട് പഠിക്കുന്നുണ്ട്. ഹെൽത്തിൻ്റെ ആ ഒരു പോർഷൻ, അതായത് എത്രത്തോളം ഹോസ്പിറ്റലുകൾ വന്നിട്ടുണ്ട്, ഹോസ്പിറ്റൽ ബെഡുകളുടെ എണ്ണം, നേഴ്സുമാരുടെ എണ്ണം, അതുപോലെ തന്നെ അലോപ്പതിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുനാനി, സിദ്ധ, ആ 6 പില്ലേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ എഴുതാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മളോട് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിങ്ങും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോർഷൻ എന്തായാലും പഠിക്കാണ്ട് വിടരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒജീവ് വരച്ചിട്ട് നമ്മളോട് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അവിടെ ഡാറ്റ തന്നിട്ടുണ്ട്, കുട്ടികളുടെ മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒജീവ് വരയ്ക്കുക, എന്നിട്ട് മിഡ് പോയിന്റ് അതായത് മീഡിയൻ രേഖപ്പെടുത്തുക. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി നോക്കാം നമുക്ക്. അതായത് 1991 നമ്മൾ ഇന്ത്യയിൽ ന്യൂ ഇക്കണോമിക് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഫലമായിട്ട് ഇത് ഒരുപാട് സെക്ടേഴ്സിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫിനാൻഷ്യൽ സെക്ടറിൽ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, അഗ്രികൾച്ചർ സെക്ടറിലൊക്കെ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഈ ന്യൂ ഇക്കണോമിക് പോളിസി അഗ്രികൾച്ചർ മേഖലയിലും ഇൻഡസ്ട്രിയൽ മേഖലയിലും ഫിനാൻഷ്യൽ മേഖലയിലും വന്നിട്ടുള്ള പുതിയ റിഫോംസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ ലിബറലൈസേഷൻ്റെ ഭാഗത്ത് ഒരുപാട് ന്യൂ റിഫോംസ് പഠിക്കുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നോക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് ഈ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെ, അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലയിലും അഗ്രികൾച്ചർ മേഖലയിലും ഫിനാൻഷ്യൽ മേഖലയിലും ഇഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ മെഷേഴ്സാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഈ മെഷേഴ്സ് എങ്ങനെയാണ് ഇതിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് എഴുതുക. ഓക്കെ, അപ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസിനെ കുറിച്ചിട്ട് തീർച്ചയായും എസ്സേ ചോദിക്കുന്നതായിരിക്കും, ഒരു സംശയവുമില്ല. എന്തായാലും പഠിക്കണം. ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫോക്കസ് ഏരിയ പ്രകാരമുള്ള എല്ലാ പോർഷൻസും ഒരു ടോപ്പിക്ക് പോലും വിടാതെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വിഷസ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.